എന്താണെങ്കിൽ പുള്ളിക്കാരി ഒരു കാര്യം ഉറപ്പാ, തേങ്ങ ഉടയ്ക്കേണ്ടി വരില്ല എന്ന് പുള്ളിക്കാരിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപിനെ ആക്കിയതാണോ എന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുന്നത്. ശരിക്കും ദിലീപ് നായകനായി എത്തിയ ബബ്ബബ കേരളത്തിൽ 100 ദിവസം ഓടുമെന്ന പ്രവചനവുമായി കലാമണ്ഡലം സത്യഭാമ. ചിത്രം 100 ദിവസം ഓടിയാല് പഴവങ്ങാടി ഗണപതിക്ക് 1001 തേങ്ങ നേർന്നിട്ടുണ്ടെന്നും സത്യഭാമ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു. പ്രാർത്ഥനകൾ ബലം കണ്ടു. ദിലീപിന്റെയും സുഹൃത്തുക്കളുടെയും ഇന്നിറങ്ങിയ സിനിമ മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്ന 100% എന്റർടൈൻമെന്റ് പെർഫോമൻസ് എന്നാണ് എറണാകുളത്ത് നിന്നുള്ള ഗീതാഞ്ജലി പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 100 ദിവസം ഓടുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. 100 ദിവസം ഓടിയാൽ പഴവങ്ങാടി ഗണപതിക്ക് 1001 തേങ്ങ ഞാൻ നേർന്നിട്ടുണ്ട് എന്ന്. ഓടിയാൽ 1001 തേങ്ങ ഉടയ്ക്കുക എന്ന് പറയുന്നത് കലാമണ്ഡലം സത്യഭാമയാണ്. അപ്പൊ കലാമണ്ഡലം സത്യഭാമയെ പറ്റി എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പുള്ളിക്കാരിയുടെ ഒരു മനോവൈകൃതത്തെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കലാഭവമണി ചേട്ടന്റെ സഹോദരനോട് പുള്ളിക്കാരി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊന്നും നമ്മൾ മലയാളികൾ മറക്കില്ല എന്നുള്ളതാണ്. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ അധിക്ഷേപിച്ചതൊന്നും നമ്മൾ മലയാളികളെ ശരിക്കും പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും മറക്കുന്നൊന്നും പോകത്തില്ല. അപ്പൊ ചേരേണ്ടത് തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ചേരുള്ളൂ എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പേട്ടൻ ഫാൻസിന്, പേട്ടന് സപ്പോർട്ടായിട്ട് ഇതുപോലുള്ള ആളുകൾ വന്ന് ചേരുമ്പോൾ ഇപ്പൊ ന്യായം ആരുടെ ഭാഗത്താണെന്ന് കൂടിയുള്ളത് ശരിക്കും പറഞ്ഞാൽ തെളിയുകയാണ്. പിന്നെ 100 ദിവസം ഓടുന്നത് ഒരു വ്യാമോഹം അല്ലേ എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുക. ഞാൻ പേട്ടന്റെ സിനിമ ഒരിക്കലും കാണാൻ പോകുന്നില്ല. ടി വിയിൽ പോലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓഫ് ചെയ്ത് വെക്കാനേ പോകുന്നുള്ളൂ. അപ്പൊ കണ്ട ചില പേട്ടൻ ഫാൻസ് ഉണ്ടാവൂല, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ചില പേട്ടൻ ഫാൻസുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരോടൊക്കെ ചോദിച്ചത് അവര് പോലും ഇഷ്ടപ്പെട്ടുന്ന രീതിയിലല്ല പറയണത്. അപ്പൊ അത് 10 ദിവസം 15 ദിവസം ഓടിയ ഭാഗ്യം എന്ന അവസ്ഥയല്ലെന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. നമ്മളൊന്നും ഒരു ഇത് പറയണില്ല. പക്ഷെ കണ്ടവരോട് ചോദിക്കുമ്പോൾ ഇത് എന്താ പറയാ, ഫാൻസ് ഉണ്ടാക്കിയ ഒരു ഓളം അല്ലാതെ അതിനപ്പുറത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വെറും യൂസ്ലെസ് എന്നാണ് പലരും പറയുന്നത്. ശരിക്കും ഈ മൂവിയെ പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊന്നും പറയുന്നില്ല, നമ്മൾ കാണാൻ പോയിട്ടില്ല, നമുക്കറിയില്ല. പക്ഷെ കണ്ടവരോടൊക്കെ ചോദിക്കുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല. ഇതോ ചിലപ്പോ ഒരു ഫാൻസിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് കുറച്ചൊക്കെ ഓടിയേക്കാം. എന്നാലും കാരണം നമ്മളൊരു 90% ആളുകളും കേരളത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ എന്ത് കാട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഓളം എന്നല്ലാതെ നിർമ്മാതാക്കൾക്ക് പൈസ നഷ്ടമാവുന്നില്ല, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാര്യം സിനിമ ഇങ്ങനെ ഒരു സിനിമ ഒത്തിരി പേരുടെ പുറകിലെ കഷ്ടപ്പാടൊക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, കർമ്മഫലം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. നിർമ്മാതാക്കളുടെ പൈസ പോകുന്ന ഒരു അവസ്ഥയുള്ളത്. അപ്പൊ ഇപ്പൊ ഈ സത്യഭാമയെ പോലെ ഉള്ളവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പേരിനും പ്രശസ്തി, അതായത് ഇപ്പൊ ഒരു സമൂഹത്തിൽ ഡൗൺ ആയി പോയി എന്ന് തോന്നുമ്പോൾ ഒരു കുപ്രസിദ്ധി ആണെങ്കിലും ഒരു സൈഡ് പിടിക്കുകയാണെങ്കിലും വീണ്ടും ഒന്ന് ഉയർന്നവരാ. ആ ഒരു സെറ്റപ്പിൽ പുള്ളിക്കാരിയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ച് ഇറക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ അഖിൽ മാരാരെ നോക്കിയാൽ കാണാം, പുള്ളി പറയുന്നത് എന്നുള്ള പുള്ളിക്ക് ഒരു ബോധ്യവും ഇല്ലാതെ പുള്ളി ഓരോ കാര്യങ്ങൾ അടിച്ചിറക്കി വിടുന്നു. അപ്പൊ അതൊരു സത്യം പറഞ്ഞ ഇപ്പോഴത്തെ ട്രെൻഡാ. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നെഗറ്റീവ് സൈഡാണെന്ന് നോക്കത്തില്ല, അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതിന് ആളുകളിൽ നിന്ന് സംഭവ വാക്കുകൾ കേൾക്കും. എന്താണെങ്കിലും അവർ ആഗ്രഹിക്കുന്ന കാര്യം ട്രെൻഡിങ്ങിലേക്ക് വരിക, അല്ലെങ്കിൽ 4 ആള് അറിയുക, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിനക്കെന്താ പറയുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ ആ സിനിമ 100 ദിവസം ഓടാനൊന്നും പോകുന്നില്ല. കുറെ PR വർക്ക്സ്, കുറെ കമന്റ്സ് ഇടും, അങ്ങനെ പടം സൂപ്പർ ഹിറ്റ് ആണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറെ PR വർക്കേഴ്സ് ഇറങ്ങിയിട്ട് ഇങ്ങനെ പറയും. ഇതിന്റെ ന്യൂസിൽ നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഇയാളുടെ ഫാൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറെ കമന്റ് ഇടാറുണ്ട്. ഈ കമന്റ് ഒക്കെ നോക്കിക്കാൻ അറിയാം, നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈല്, മിനിഞ്ഞാന്ന് ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈൽ, അതായത് ആ കമന്റ് ഇടാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു മെയിൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ എത്ര മെയിൽ ഐ ഡി വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോരോ മെയിൽ ഐ ഡി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. ഒരിക്കലും ഇയാളുടെ ഫാൻസ് കാണാൻ പോകില്ല. പിന്നെ സിനിമയിൽ അഭിനയിച്ച മോഹൻലാലിന്റെ ഫാൻസ് ഈ സിനിമ കണ്ടെങ്കിലേ ഉള്ളൂ. മോഹൻലാലിനെ അഭിനയിക്കണമെങ്കിൽ പോലും ഇയാളാണല്ലോ ആ സിനിമയുടെ ആൾ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കാണില്ല. ഞങ്ങൾ ഇയാളുടെ സിനിമ കണ്ടിട്ട് വർഷങ്ങളായി. മലയാള സിനിമ കാണാറുണ്ട്, നല്ല നല്ല ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ ഇയാളെ ഒരിക്കലും ചെയ്ത് സപ്പോർട്ട് ചെയ്യത്തില്ല. ഞങ്ങൾ എപ്പോഴും അവൾക്കൊപ്പമാണ്. അത്രേ ഉള്ളൂ.
ഇപ്പൊ ഇതിനിടയിൽ സത്യഭാമയെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ കയറി വരും, പേട്ടനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ രീതിയിൽ കയറി വരും. പക്ഷെ അതുകൊണ്ടൊന്നും സിനിമ ഓടുകയല്ല പൊന്നു മക്കളെ. അതുകൊണ്ടൊന്നും സിനിമ ഓടാനായിട്ട് പറ്റത്തില്ല. ഈ പറഞ്ഞ ഇവള് പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ അതിജീവിതത്തെ സപ്പോർട്ട് ചെയ്തൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ വരും. അതിനടിയിലുള്ള പ്രൊഫൈലുകൾ സപ്പോർട്ട് ചെയ്ത് ഇയാൾക്ക് സപ്പോർട്ട് ചെയ്ത് വരുന്ന പ്രൊഫൈലുകൾ ഒരു 90% ന്യൂ ആയിട്ട് ക്രിയേറ്റ് ആയ അക്കൗണ്ടുകളാണ്. ഒരു പ്രൊഫൈൽ ഫോട്ടോ പോലും ഉണ്ടാകത്തില്ല. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ തെറിവിളിയാണ് കണ്ടു കഴിഞ്ഞാല്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും എന്താ അത് പക്ക PR വർക്കാണ്. പൈസ മേടിച്ചിട്ടോ എന്താന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും എന്താ പറയാ, സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചു ആളുകൾ ഇത്രയും വിവരമില്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ടോ എന്ന്. എന്താണെങ്കിലും സത്യഭാമയുടെ ഈ ആഗ്രഹം അതിമോഹം എന്നേ പറയത്തുള്ളൂ. എന്താണെങ്കിലും പുള്ളിക്കാരി ഒരു കാര്യം ഉറപ്പാ, തേങ്ങ ഉടയ്ക്കേണ്ടി വരില്ല എന്ന് പുള്ളിക്കാരിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 1001 തേങ്ങ എന്താണെങ്കിലും പുള്ളിക്കാരിക്ക് ഉടയ്ക്കേണ്ടി വരത്തില്ല എന്ന് പുള്ളിക്കാരിക്ക് 100% ഉറപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദിലീപിനെ ആക്കിയതാണോ എന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1001 തേങ്ങ ഒരിക്കലും ഉടയ്ക്കേണ്ടി വരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പറഞ്ഞതായിരിക്കാം 1001 തേങ്ങ ഞാൻ ഉടയ്ക്കുമെന്ന്. എന്താണെങ്കിലും അതെന്തായാലും വേണ്ടി വരില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിൽ നിന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. എന്താ കുറച്ച് ലാലേട്ടൻ ഫാൻസുകൾ കയറും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. കാരണം വെച്ചാൽ എങ്ങനെയൊക്കെ ഒന്ന് പിടിച്ച് തിരിച്ചു കയറി വരണം നമ്മുടെ ജനകീയ നായകന്. പക്ഷെ നടക്കൂല എന്നുള്ള സത്യം മനസ്സിലാക്കുക. നിർമ്മാതാക്കള് പൈസ കൊണ്ട് കളയാന്നല്ലാതെ വേറൊരു വഴിയില്ല. അതങ്ങനെ തന്നെയായിരിക്കും. അപ്പം നമ്മൾ മുമ്പുള്ള ചരിത്രങ്ങൾ നോക്കിയപ്പോൾ ഇതുപോലൊരു വിരുദ്ധമായൊരു ഒരു നായകനെതിരെ ഇത്ര വിരുദ്ധമായൊരു താരം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇത്ര വിരുദ്ധമാണ്. വെറുതെ പൈസ നിർമ്മിച്ച് കളയാന്നല്ലാതെ അതുകൊണ്ട് ഒരു കാര്യമില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും ഈ സത്യഭാമയെ പോലുള്ളവര് ഇങ്ങനെ പല ഡയലോഗുകളും പറഞ്ഞ് ഗേശിയിട്ടൊക്കെ വരും. പക്ഷെ അതൊന്നും നടപടിയാകാനായിട്ട് പോകുന്നില്ല അല്ലേ? എന്താണെങ്കിലും സത്യഭാമയുടെ ഈ പോസ്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പുള്ളിക്കാരിയുടെ 1001 തേങ്ങയുടെ ഈ ഉടയ്ക്കലിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തേങ്ങ ഉടയ്ക്കൽ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് എന്തായാലും തോന്നുന്നില്ല. ഒരു തേങ്ങ പോലും ഉടയ്ക്കേണ്ടി സത്യഭാമയ്ക്ക് വരുമെന്ന് നമുക്ക് തോന്നണില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. തേങ്ങ ഉടയ്ക്കേണ്ടി വരുമോ ഇല്ല എന്നത്. ഇതിനെപ്പറ്റി പുള്ളിക്കാരിയുടെ ആ ഒരു വികാരത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് പറഞ്ഞാൽ അറിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്താണെങ്കിലും കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ടേക്ക് കെയർ. ബൈ ബൈ.